കുറച്ച് കൊറോണയൊക്കെ ആയിട്ട് സൗണ്ടൊക്കെ ഇത് പോയിരിക്കണം, അതിൻ്റെ പേടിക്കണ്ട. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ എന്താ ചെയ്തത്? കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മളൊരു പ്രോഗ്രാം ചെയ്തല്ലേ? എന്തിനുള്ള പ്രോഗ്രാമായിരുന്നു? എലിഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് പഠിക്കാൻ നമ്മളൊരു പ്രോഗ്രാം ചെയ്തു. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി. നമ്മൾ അതുപോലെ തന്നെ പല കാര്യങ്ങളും, ഇഫ് എന്ന് പറയുന്ന കാര്യം, അതേപോലെ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഇനി ഇതെല്ലാം കൂട്ടി നമുക്കൊരു പ്രോഗ്രാം ചെയ്ത് നോക്കിയാലോ? ഇതുവരെ പഠിച്ച എല്ലാ കാര്യങ്ങളും കൂട്ടിയിട്ട് ഒരു പ്രോഗ്രാം ചെയ്യാം. വെറും ഒരു പ്രോഗ്രാമല്ല, എന്താണ്, നമുക്കൊരു കാൽക്കുലേറ്റർ ഉണ്ടാക്കാം അല്ലേ? നമുക്കൊരു കാൽക്കുലേറ്ററിൻ്റെ ഉള്ളിലുള്ള ഒരു പ്രോഗ്രാം റൈറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ലോജിക്ക് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണമല്ലേ? അതായത് എന്താണ് ആൾക്കാർ കാണേണ്ടത്, എന്താണ് അവർ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞു വെക്കണമല്ലേ? നമ്മുടെ മനസ്സിൽ കറക്റ്റായിട്ട് ഒരു ഐഡിയ, നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്, അതിനെക്കുറിച്ച് വൃത്തിയായ ഒരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു കാര്യം നമുക്ക് കറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അത് റൺ ചെയ്യിക്കാനും പറ്റുള്ളൂ. അപ്പോൾ ആദ്യമേ നമുക്ക് ആ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കാം, എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് നമുക്കൊന്ന് ആദ്യം മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ആദ്യം യൂസറിനോട് പറയുന്നു, ഒരു കാൽക്കുലേറ്റർ പ്രോഗ്രാമാണ്. അപ്പോൾ യൂസറിനോട് പറയുന്നു, ആദ്യം ഒരു നമ്പർ എൻ്റർ ചെയ്യുക, രണ്ടാമത്തെ ഒരു നമ്പറും കൂടെ കൂടി എൻ്റർ ചെയ്യുക. ഈ രണ്ട് നമ്പറുകളും ഓപ്പറാൻഡ്സ് ആണ്. ഓപ്പറാൻഡും ഓപ്പറേഷൻസും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതറിയില്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോസ് ഒന്നുകൂടെ കാണുക. ഓപ്പറാൻഡ്സ് എന്ന് പറയുന്നത് ഏത് സംഖ്യകൾ അല്ലെങ്കിൽ ഏത് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണോ നമ്മളൊരു ഓപ്പറേഷൻ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു അഡീഷൻ ചെയ്യുമ്പോൾ രണ്ട് നമ്പേഴ്സ് ഉണ്ടാവും. രണ്ട് നമ്പേഴ്സിനെ തമ്മിലാണ് നമ്മൾ അഡീഷൻ ചെയ്യുന്നത്. ആ രണ്ട് നമ്പറുകൾ തമ്മിലാണ് നമ്മൾ കൂട്ടുന്നത്. അപ്പോൾ ആ രണ്ട് നമ്പറും ഓപ്പറാൻഡ്സ് ആണ്. അഡീഷൻ എന്ന് പറയുന്നത് എന്താണ്? അതായത് സം എന്ന് പറയുന്നത് ഓപ്പറേഷനാണ്. അപ്പോൾ ആ ഓപ്പറാൻഡ്സ്, ഈ ഓപ്പറാൻഡ്സ് ആദ്യം നമ്മൾ യൂസറിൻ്റെ നിന്ന് വാങ്ങാണ്. അപ്പോൾ യൂസറിനോട് നമ്മൾ ആദ്യം പറയും, എന്ത് പറയും? ആദ്യത്തെ ഒരു നമ്പർ എൻ്റർ ചെയ്യാൻ പറയും. ആദ്യത്തെ ഓപ്പറാൻഡ് ആയിട്ടുള്ള ആദ്യത്തെ നമ്പർ എൻ്റർ ചെയ്യാൻ പറയും. ഇനി നമ്മൾ രണ്ടാമത്തെ ഓപ്പറാൻഡ് എൻ്റർ ചെയ്യാൻ പറയും. അത് രണ്ടും മേടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ യൂസറിന് ഒരു മെനു കാണിച്ചു കൊടുക്കും. 1 എന്ന സംഖ്യയാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അഡീഷൻ ചെയ്യാൻ പറ്റും. 2 എന്ന സംഖ്യയാണെങ്കിൽ നമുക്ക് സബ്ട്രാക്ഷൻ ചെയ്യാൻ പറ്റും. 3 ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ, 4 ആണെങ്കിൽ ഡിവിഷൻ. ഇനി മറ്റൊരു നമ്പറാണ് ഇൻപുട്ട് ചെയ്യുന്നതെങ്കിലോ അത് ഇൻവാലിഡ് ആണ് നമ്മൾ കാണിക്കും. ആ നമ്പർ ഇൻവാലിഡ് ആണ്, കാരണം നമുക്ക് 1ഉം 2ഉം 3ഉം 4ഉം മാത്രം സെലക്ട് ചെയ്യാമുള്ളൂ, വേറെ നമ്പറുകളൊന്നും സെലക്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് ഇൻവാലിഡ് ആണ് നമ്മൾ കാണിക്കും. അപ്പോൾ അതാണ് നമ്മുടെ ലോജിക്ക് എന്ന് പറയുന്നത്. അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അതിനി നമുക്ക് പ്രോഗ്രാമിലേക്ക് മാറ്റാം. അതിന് സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം നമ്മൾ ആദ്യത്തെ നമ്പർ യൂസറിൻ്റെ കയ്യിൽ നിന്ന് ഇൻപുട്ട് ചെയ്യുന്നു. അതിന് നമ്മൾ num1 എന്ന് കൊടുക്കുന്നു. num1 എന്ന് ഞാൻ കൊടുത്ത പേരാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. num1 എന്ന വേരിയബിളിൻ്റെ ഉള്ളിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? ഇൻപുട്ട് ചെയ്യുന്നു. ഒരു ഇൻറ്റിജറാണ് ഇൻപുട്ട് ചെയ്യുന്നത്. ഇൻറ്റിജർ ഇൻപുട്ട് ഓഫ് എൻ്റർ യുവർ നമ്പർ. ഓക്കെ, ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻറ്റിജറാണ് ഇൻപുട്ട് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ഫ്ലോട്ട് കൊടുക്കാം, കാരണം ചിലപ്പോൾ 1.2 എന്ന് പറയുന്ന ഒരു നമ്പർ യൂസറിന് വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. പക്ഷേ നമ്മളത് കൊടുത്തിട്ടില്ല. ഞാനിപ്പോൾ ഇൻറ്റിജറായിട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലോട്ട് യൂസ് ചെയ്യാം, അതിൽ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്പർ ഞാൻ ഇൻറ്റിജർ ഇൻപുട്ട് ചെയ്യുന്നു. ഇൻപുട്ട് ചെയ്യുന്ന ഒരു നമ്പർ അത് ഇൻറ്റിജറായിട്ട് എടുത്ത് വയ്ക്കുന്നു. അത് കഴിഞ്ഞ് num2 എന്ന് പറയുന്ന വേരിയബിളിലേക്ക് പോകുന്നു. num2 എന്ന് പറയുന്ന വേരിയബിളിൽ ഒരു ഇൻറ്റിജർ ഇൻപുട്ട് ചെയ്യുന്നു. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇൻപുട്ട് ചെയ്യുന്നു. എന്താണ് ഇൻപുട്ട് ചെയ്യുന്നത്? എൻ്റർ യുവർ സെക്കൻഡ് നമ്പർ എന്ന് കൊടുക്കുക അല്ലേ? ഈ വന്നില്ല. എൻ്റർ യുവർ സെക്കൻഡ് നമ്പർ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് നമ്പറുകളും ഇൻപുട്ട് ചെയ്യിപ്പിച്ചല്ലേ? ഇപ്പോൾ num1 നമ്മുടെ ഫസ്റ്റ് നമ്പർ ഉണ്ട്, num2 സെക്കൻഡ് നമ്പർ ഉണ്ട്, യൂസർ തന്ന നമ്പേഴ്സ് ഉണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമ്മൾ ചെക്ക് ചെയ്യാമല്ലോ. നമ്മൾ യൂസറിന് ഒരു വിൻഡോ കൊടുത്തില്ലോ, അതായത് എന്താണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളൊരു വിൻഡോ നമ്മൾ കൊടുക്കണ്ടേ, ഒരു മെനു നമ്മൾ കൊടുക്കണ്ടേ? അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു പ്രിൻ്റ് കൊടുക്കുന്നു. പ്രിൻറ്റിൽ എന്താണ് ചെയ്യുന്നത്? പ്രിൻറ്റിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ചെയ്യുന്നു 1 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അഡീഷൻ പെർഫോം ചെയ്യും. 1 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഡീഷൻ പെർഫോം ചെയ്യും. ഇപ്പോൾ 1 അഡീഷൻ എന്ന് മാത്രമേ പ്രിൻറ്റ് ചെയ്തുള്ളൂ. ഇനി അടുത്ത ലൈനിൽ നമുക്ക് 2 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സബ്ട്രാക്ഷൻ വരുമെന്ന് പ്രിൻറ്റ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ന്യൂ ലൈൻ സ്റ്റാർട്ട് ചെയ്യാം. ന്യൂ ലൈനിൽ 2 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സബ്ട്രാക്ഷൻസ് ചെയ്യുമെന്ന് പറയാം. സബ്ട്രാക്ഷൻ ചെയ്യും. ഓക്കെ, ഇനി അടുത്ത ലൈനിലായിട്ട് നമ്മൾ എന്ത് പ്രിൻറ്റ് ചെയ്യും? 3 എന്ന് പറയുന്നത് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും എന്ന് കൊടുക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? 4 എന്ന് പറയുന്നത് ഡിവിഷൻ ചെയ്യുന്നതായിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 4 മെനുവിൽ കൊടുത്തു കഴിഞ്ഞു. ഇനി വേറെ എന്ത് ക്ലിക്ക് ചെയ്താലും, അതായത് 1ഉം 2ഉം 3ഉം 4 മാത്രമേ നമ്മൾ ഇൻപുട്ട് ചെയ്യുള്ളൂ. അല്ലാത്ത വേറെ എന്ത് ഇൻപുട്ട് വന്നാലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മളതിനെ ഇൻവാലിഡ് ആയിട്ട് കണക്കൂട്ടണമല്ലേ?
ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. നമുക്ക് പ്രോഗ്രാം ചെയ്യാം. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ യൂസറിൻ്റെ നിന്ന് വീണ്ടും ഒരു ഇൻപുട്ട് വാങ്ങണമല്ലേ? അതായത് ഈ ഒരു നമ്പർ നമ്മൾ വാങ്ങിയെടുക്കണം. അതായത് അവരുടെ സെലക്ഷൻ ഏതാണ്, 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ, ഏത് ഓപ്പറേഷനാണ് ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു സെലക്ഷൻ വാങ്ങിയെടുക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യുക? അതിന് നമ്മൾ അടുത്ത ഇൻപുട്ട് കൊടുക്കുകയാണ്. അടുത്ത ഇൻപുട്ട് കൊടുക്കുന്നു. അത് എന്തിലേക്ക് എടുക്കാം? നമുക്ക് ചെക്ക് എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് എടുത്തു വയ്ക്കാം. ചെക്ക് എന്നുള്ളതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻറ്റ് ഒരു ഇൻപുട്ട് എടുക്കുന്നു. എൻ്റർ യുവർ സെലക്ഷൻ എന്ന് കൊടുക്കുക അല്ലേ? എൻ്റർ യുവർ സെലക്ഷൻ എന്ന് കൊടുത്തു. അപ്പോൾ നമ്മൾ ഇൻപുട്ട് എടുത്തു. അപ്പോൾ ചെക്ക് എന്നതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ആ 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ, അതായത് ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് കറണ്ട് വരും പോവും, കറണ്ട് വരും പോവും. ഇത് തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. കുറേ നേരമായി ഞാനിങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് കണ്ടിന്യൂ ചെയ്യാം. ഒരു മിനിറ്റ് സ്ക്രീനൊന്ന് റെഡി ആക്കിക്കോട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെക്ക് എന്ന് പറയുന്ന കാര്യമാണ് ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്യുന്നു? ചെക്കിൻ്റെ ഉള്ളിൽ നമ്മുടെ ഇപ്പോൾ വാല്യൂ ഉണ്ടല്ലേ, ഈ 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ, അതാ സെലക്ഷൻ എന്താണ് ചെയ്യേണ്ടത്, എന്ത് ഓപ്പറേഷനാണ് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ നമ്പർ എടുത്തു. ആ നമ്പർ എടുത്തതിന് ശേഷം ഒരു മെനു പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു. അതിനകത്ത് 1 2 3 4 എന്ന നമ്പറിന് ഓരോന്നിനും ഓരോ ഓപ്പറേഷൻസ് കൊടുത്തു. എന്നിട്ട് അതിൽ ഏത് ഓപ്പറേഷനാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് നമ്മൾ ചെക്ക് എന്നൊരു നമ്പറിലേക്ക് എടുത്തു വെച്ചു. ചെക്ക് എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് എടുത്തു വെച്ചു. അപ്പോൾ ചെക്ക് എന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ 1 2 3 4 ഉണ്ട്. അപ്പോൾ ചെക്കിൻ്റെ വാല്യൂ വെച്ച് നമുക്കിനി നോക്കിയാൽ പോരെ. അപ്പോൾ നമുക്കിനി ചെക്കിൻ്റെ വാല്യൂ വെച്ചിട്ട് നമ്മുടെ ഓരോ ഓപ്പറേഷൻസ് ചെയ്യാം അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ചെക്കിൻ്റെ വാല്യൂ 1 ആണെന്ന് വയ്ക്കുക. ഇഫ് ചെക്ക് ഈക്വൽ ടു ജസ്റ്റ് ഒറ്റ ഈക്വൽ ടു അല്ല, 2 ഈക്വൽ ടു ഉണ്ട്, മറക്കരുത്. ഇഫ് ചെക്ക് ഈക്വൽ ടു 1 ആണെങ്കിൽ എന്ത് ചെയ്യണം? 1 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അഡീഷൻ ചെയ്യണമല്ലേ? അഡീഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു റിസൾട്ട് എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമുക്ക് ഉണ്ടാക്കാം. റിസൾട്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എന്തെടുത്ത് വയ്ക്കുന്നു? നമ്മൾ എടുത്തു വെച്ച നമ്പേഴ്സ് ഏതൊക്കെയാണ്? അതായത് മേടിച്ച് വെച്ച നമ്പേഴ്സ് num1 num2 അല്ലേ? num1 പ്ലസ് num2 ചെയ്യുന്നു. num1 num2 തമ്മിൽ കൂട്ടിയിട്ട് അത് റിസൾട്ടിൻ്റെ ഉള്ളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അത്രയും ക്ലിയർ അല്ലേ? ഇനി എന്ത് ചെയ്യുന്നു? ഇനി ആ റിസൾട്ട് നമ്മൾ പ്രിൻ്റ് ചെയ്ത് കാണിക്കണം അല്ലേ? പ്രിൻ്റ് ചെയ്ത് കാണിക്കണം നമ്മുടെ റിസൾട്ട്. പ്രിൻറ്റ് സം എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താണ്? റിസൾട്ട് ആണെന്ന് നമുക്ക് പ്രിൻ്റ് ചെയ്ത് കാണിക്കാം. ഓക്കെ, നമ്മൾ സിമ്പിളായിട്ട് അത്രയും കാര്യം കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് ചെക്ക് എന്ന് പറയുന്നത് 1 ആണെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ ചെയ്തു, സം പ്രിൻ്റ് ചെയ്ത് കാണിക്കുക. ഇനി 2 ആണെങ്കിലോ? 2 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 2 ആണെങ്കിൽ നമ്മൾ അടുത്ത കാര്യമാണ്, ആ 1 അല്ല, അടുത്ത ചെക്കിങ് 1 അല്ല, എന്ത് ചെയ്യണം? നമ്മുടെ സെലക്ഷൻ 1 അല്ല 2 ആണെങ്കിൽ. അപ്പോൾ എലിഫാണ് നമ്മൾ യൂസ് ചെയ്യണത്. നമ്മൾ ഓൾറെഡി എലിഫ് എന്താണെന്നൊക്കെ പഠിച്ചതാണ്. അപ്പോൾ എലിഫ് ചെക്ക് എന്ന് പറയുന്നത് എത്രയാണെങ്കിൽ? ചെക്ക് എന്ന് പറയുന്നത് ഈക്വൽ ടു 2 ആണെങ്കിൽ. 2 ആണെങ്കിൽ എന്താണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യേണ്ടത്? നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമുള്ളൂ. എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് സബ്ട്രാക്ഷനാണ്. അപ്പോൾ റിസൾട്ട് എന്ന് പറയുന്നതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എന്തെടുത്ത് വയ്ക്കാം? റിസൾട്ട് എന്ന് പറയുന്നതിലേക്ക് നമുക്ക് num1 മൈനസ് num2 ചെയ്യാം അല്ലേ? num1 മൈനസ് num2 ചെയ്യുന്നു. എന്നിട്ട് അത് റിസൾട്ടിലേക്ക് എടുത്തു വെച്ചു. ഇനി നമ്മൾ റിസൾട്ട് പ്രിൻ്റ് ചെയ്ത് കാണിക്കുന്നു അല്ലേ? സിമ്പിളായിട്ട് ഞാൻ അവിടെ നിന്ന് കോപ്പി ചെയ്യാണ്, ടൈപ്പ് ചെയ്യാനുള്ള മടി കൊണ്ടാണ്. ഒരു പി മിസ്സിങ് ആയല്ലേ? നമുക്ക് പി ഇട്ട് കൊടുക്കാം. ഓക്കെ, റിസൾട്ട് എന്നുള്ളത് നമ്മൾ കൊടുക്കുന്നു. സം എന്നുള്ളതിന് എന്താ പറയുക? നമ്മൾ റിസൾട്ട് എന്ന് കൊടുക്കാം. റിസൾട്ട് ഈക്വൽ ടു റിസൾട്ട് എന്നാക്കാം ഒരു എളുപ്പത്തിന് വേണ്ടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമ്മൾ 2 അല്ല 3 ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ്. 2 അല്ല 3 ആണെങ്കിൽ എന്ത് ചെയ്യണം? എലിഫ് ചെക്ക് എൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3 ആണെന്ന് വെച്ചു. 3 ആണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് നമ്മൾ പറയാൻ പോവാണ്. 3 ആണെങ്കിൽ എന്ത് ചെയ്യേണ്ടത്? റിസൾട്ട് എന്ന് പറയുന്നത് ഞാൻ ആ ഡയറക്റ്റ് മുകളിൽ അത്രയും കാര്യമായിട്ട് കോപ്പി ചെയ്യാണ് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങളങ്ങനെ ചെയ്യരുത്. എപ്പോഴും പ്രോഗ്രാം ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് ചെയ്യുക. എങ്കിലും ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം എളുപ്പത്തിന് വേണ്ടി. എപ്പോഴും നമ്മൾ ഉഡായിപ്പ് പണികളാണല്ലോ ചെയ്യുന്നത്, അതുകൊണ്ട്. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. 3 ആണെങ്കിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. ഇനി 4 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? 4 ആണെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? എലിഫ് കൊടുക്കുന്നു. 4 ആണെങ്കിൽ ചെക്കിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈക്വൽ ടു 4 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിവിഷൻ ചെയ്യും അല്ലേ? നമുക്ക് ഡിവിഷൻ ചെയ്യാം. ജസ്റ്റ് ആ ഓപ്പറേറ്റർ മാത്രം മാറ്റി കൊടുത്തതില്ല. അതുകൊണ്ട് ഞാൻ മൊത്തം കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് ഞാൻ ആ ഓപ്പറേറ്റർ മാത്രം ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. ഡിവിഷൻ ഓപ്പറേഷൻ കൊടുക്കുന്നു. ഡിവിഷൻ ഓപ്പറേഷൻ കൊടുത്തു. അപ്പോൾ ഇപ്പോൾ സിമ്പിളായിട്ട്
ഡിവിഷൻ ആണെങ്കിൽ ഡിവൈഡ് ചെയ്ത് വരുന്നു. ഇനി 1ഉം 2ഉം 3ഉം 4ഉം അല്ലാത്ത സാഹചര്യത്തിൽ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നമുക്കൊരു എൽസ് കൊടുക്കാം അല്ലേ? ഇത് 4ഉം അല്ലാത്ത സാഹചര്യത്തിൽ നമ്മളെന്താ കൊടുക്കുക? എൽസിന് നമുക്ക് പ്രത്യേകിച്ച് ഒരു ചെക്ക് കണ്ടീഷൻ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എൽസ് എന്ന് മാത്രം കൊടുക്കുന്നു. എന്ത് ചെയ്യുന്നു? ഇനി ഇതൊന്നും അല്ലാത്തൊരു വാല്യൂ നമ്മുടെ യൂസർ എൻ്റർ ചെയ്യുകയാണെങ്കിൽ എന്ത് പറയണം? യു എൻ്റർഡ് ദ റോങ് വാല്യൂ എന്ന് കൊടുക്കാം അല്ലേ? യു എൻ്റർഡ് ദ റോങ് വാല്യൂ എന്ന് കൊടുക്കാം. കുറേ കാര്യങ്ങളൊക്കെ എഴുതി കൂട്ടിയല്ലേ. ഇനി ഇതെന്താ ചെയ്യുന്നത്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ നമുക്കറിയില്ലല്ലോ. നമുക്കതൊന്ന് നമുക്കറിയാം, പക്ഷെ നമ്മളത് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഞാനൊന്ന് സേവ് ചെയ്യുന്നു, ഒന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്ക് എന്തൊക്കെ എറേഴ്സ് വരുമെന്ന് നോക്കാം. ഞാൻ പ്രോഗ്രാം റൺ ചെയ്യുന്നു. റിസൾട്ട് കഴിഞ്ഞിട്ട് ഒരു പി എക്സ്ട്രാ എടുക്കുന്നുണ്ടല്ലേ, ഇത് ഇവിടെ, അത് കളഞ്ഞു. ഓക്കെ, അത് കളഞ്ഞു, സേവ് ചെയ്തു. ഇനി എറർ ഉണ്ടോ നോക്കാം. ഇനി എററൊന്നും ഇല്ലാന്ന് തോന്നുന്നു. എൻ്റർ യുവർ നമ്പർ എന്ന് തോന്നുന്നു. ഞാൻ 2 എന്ന നമ്പർ എൻ്റർ ചെയ്യാണ്. സെക്കൻഡ് നമ്പർ എൻ്റർ ചെയ്യാൻ പറഞ്ഞു. ഞാൻ 3 എന്ന് എൻ്റർ ചെയ്യാണ്. ഇനി അഡീഷനാണ് നമ്മൾ ചെയ്യേണ്ടതല്ലേ. അഡീഷൻ ചെയ്യുന്നു. ഞാൻ 1 കൊടുക്കുന്നു, സെലക്ഷൻ 1 ആയിട്ട് കൊടുക്കുന്നു. 2ഉം 3ഉം ചെയ്ത് കഴിഞ്ഞപ്പോൾ അഡീഷൻ വരണതിന് പകരം വേറെന്തോ വന്നു. എന്താണോ എന്ത് എന്ന് കൊടുക്കുന്നതിന് പകരം എന്ന് കൊടുത്തു അല്ലേ. അപ്പോൾ ഉത്തരം തെറ്റിപ്പോയി. ഓക്കെ, നമുക്കതൊന്ന് കറക്റ്റ് ചെയ്യാം. ഇതൊന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, എന്ന് പകരം മമ്മാണ് ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, നമ്മാക്കി സേവ് ചെയ്തു. ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. നമ്മുടെ പ്രോഗ്രാം ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും. ഇതുപോലുള്ള എറേഴ്സ് എപ്പോഴും നിങ്ങൾ നോക്കണം. എറേഴ്സ് വന്ന് നമ്മളത് ചെക്ക് ചെയ്ത് വീണ്ടും ശരിയാക്കി കഴിയുമ്പോഴാണ് നമ്മൾ കറക്റ്റ് ഒരു റിയൽ പ്രോഗ്രാമറായിട്ട് മാറുള്ളൂ. കാരണം ഇപ്പോഴും ആ എറർ കറക്റ്റ് ചെയ്യാനുള്ളൊരു എന്തൂസിയാസം നമുക്ക് വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ നമ്പർ എൻ്റർ ചെയ്യാൻ പറഞ്ഞു. ഞാൻ 2 എൻ്റർ ചെയ്യുന്നു. സെക്കൻഡ് നമ്പർ 3 എൻ്റർ ചെയ്യുന്നു. നമ്മുടെ അഡീഷനാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ 1 എന്ന് സെലക്ട് ചെയ്യുന്നു. 1 സെലക്ട് ചെയ്തപ്പോൾ സം എന്ന് പറയുന്നത് 5 ആയിട്ട് വന്നു. അതെ അല്ലേ, കറക്റ്റ് അല്ലേ? 3ഉം 2ഉം കൂട്ടി 5 എന്ന് വന്നു. ഓക്കെ, നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. അടുത്തൊരു ഇൻപുട്ട് കൊടുത്തു നോക്കാം. അടുത്ത ഇൻപുട്ട് എന്ന് പറയുന്നത് ഞാൻ 4 × 5 ചെയ്യാൻ പോവാണ്. അപ്പോൾ 4 ഞാൻ ഫസ്റ്റ് നമ്പറായിട്ട് കൊടുത്തു, 5 സെക്കൻഡ് നമ്പറായിട്ട് കൊടുത്തു. ഇനി മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ 3 സെലക്ട് ചെയ്തു. 3 സെലക്ട് ചെയ്തപ്പോൾ 4 × 5 20 കറക്റ്റ് ആണല്ലേ? ഓക്കെ ആണ്. അപ്പോൾ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്, അഡീഷനും വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് സബ്ട്രാക്ഷൻ ഒന്ന് ചെയ്ത് നോക്കിയാലോ. ഞാൻ ഒന്ന് ക്ലിയർ ചെയ്യുന്നു, വീണ്ടും ഒന്ന് റൺ ചെയ്യുന്നു. ഇനി നമ്പറിൽ ഞാൻ 3 കൊടുക്കുന്നു ഫസ്റ്റ് നമ്പറായിട്ട്, സെക്കൻഡ് നമ്പറായിട്ട് 4 കൊടുക്കുന്നു. ഇനി എൻ്റർ അടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ സബ്ട്രാക്ഷനാണ് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് സെലക്ഷൻ കൊടുക്കുന്നു. എന്ത് സംഭവിച്ചു? -1. 3 ന്ന് 4 കുറച്ച് കഴിഞ്ഞാൽ -1 ആണ് വരുന്നത് അല്ലേ? അത് നമുക്കറിയാം, മാത്സ് അറിയാവുന്നവർക്ക് അറിയാം. 3 ന്ന് 4 കുറച്ചാൽ -1 ആണ് വരിക. റിസൾട്ട് കറക്റ്റായിട്ട് -1 നിന്നു. ഇനി നമുക്ക് ഡിവിഷൻ കൂടി ചെയ്ത് നോക്കാം. അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരും ആയില്ലേ. ഓക്കെ, നമ്മൾ ക്ലിയർ ചെയ്യുന്നു, വീണ്ടും ഒന്ന് റൺ ചെയ്യുന്നു. റൺ ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് നമ്പറായിട്ട് നമ്മൾ 5 വേണ്ട 4 കൊടുക്കാം. 4 / 2 ചെയ്ത് നോക്കാം. 4 കൊടുക്കുന്നു ഫസ്റ്റ് നമ്പറായിട്ട്, 2 സെക്കൻഡ് നമ്പറായിട്ട് കൊടുക്കുന്നു. ഇനി മൾട്ടിപ്ലിക്കേഷനാണ് ഡിവിഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ 4 സെലക്ട് ചെയ്യുന്നു. എന്ത് സംഭവിച്ചു? 4 / 2 എന്ന് പറയുന്നത് 2.0 എന്ന് വന്നു. എന്തുകൊണ്ടാണ് 2.0 എന്ന് വന്നേ? എന്തുകൊണ്ടാണ് 2.0 എന്ന് വന്നേ? ഒന്ന് ആലോചിച്ച് നോക്കി. വെറുതെ 2 കാണിക്കാതെ 2.0 വന്നതുകൊണ്ടോ? ഡിവിഷൻ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഇൻറ്റിജർ ആയിരിക്കില്ല ഉത്തരം വരിക. എന്തായിരിക്കും വരിക? മിക്ക സമയത്തും വരുന്നത് ഒരു ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പർ ആയിരിക്കും. അതുകൊണ്ട് സിസ്റ്റം തന്നെ ഡിവിഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഉത്തരത്തിനെ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പറായിട്ട് മാറ്റുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ 2.0 എന്ന് പ്രിൻ്റായി വന്നത്. ഒരു ഇൻറ്റിജർ ആയിട്ടല്ല അതിനെ കൺസിഡർ ചെയ്ത് ഉത്തരത്തിനെ ഒരു ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പറായിട്ട് ഡിവിഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഒരു നമ്പറിനെ ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആയിട്ട് നമ്മളെ സിസ്റ്റം കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിതൊന്ന് ക്ലിയർ ചെയ്യുന്നു. ഇനി നമ്മളൊരു പ്രത്യേക കാര്യം ചെയ്ത് നോക്കാൻ പോവാണ്. ആ പ്രോഗ്രാം ഒന്നുകൂടെ റൺ ചെയ്തു. ഇനി നമ്മളെന്താ കൊടുക്കുന്നത്? ഫസ്റ്റ് നമ്പർ 4 കൊടുക്കുന്നു. ഇനി സെക്കൻഡ് നമ്പർ 0 കൊടുക്കുന്നു. ഇനി ഞാൻ ഡിവിഷൻ കൊടുക്കുകയാണ്. എന്ത് സംഭവിക്കും? ഒരു എറർ വന്നു അല്ലേ? 0 ഡിവിഷൻ എറർ, ഡിവിഷൻ ബൈ 0. അതായത് നമുക്ക് 1 / 0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്ക് പറയാൻ പറ്റില്ലല്ലേ. കാരണം ഡിവിഷൻ ബൈ 0 എന്ന് പറയുന്നത് ഇപ്പോഴും നമുക്ക് കറക്റ്റായിട്ട് അറിയാവുന്ന കാര്യമല്ല. അതായത് ഇൻഡെഫിനിറ്റ്, നമുക്കറിയാത്തൊരു കാര്യം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഡിവിഷൻ ബൈ 0നെ നമ്മളെപ്പോഴും കാണുന്നത്. നമുക്ക് ഡിവൈഡ് ചെയ്യാൻ അറിയില്ല 0നെ വെച്ച്. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് ഇതുവരെ ഒരു മെത്തേഡ് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. നമ്മളിപ്പോഴും പറയുക അത് ഇൻഡെഫിനിറ്റ് ആണ്, നമുക്കറിയില്ല എന്താണ് സംഭവം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഡിവിഷൻ ബൈ 0 നമുക്കറിയില്ല. അപ്പോൾ ഈ ഒരു എറർ വന്നപ്പോൾ ഇത് എന്ത് എററാണ്? ഇത് സിസ്റ്റം കാണിച്ച എററാണ്. നമ്മൾ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് സിസ്റ്റം കാണിക്കുന്ന എററുകളെ എപ്പോഴും യൂസറിൻ്റെ അടുത്തേക്ക് എത്തിക്കാതിരിക്കാൻ നോക്കണം. നമ്മളെന്താ ചെയ്യേണ്ടത്? എന്ത് എററുകൾ വന്നാലും നമ്മളത് ഹാൻഡിൽ ചെയ്യണം. എറർ ഹാൻഡ്ലിംഗ് എന്ന് പറയും. നമ്മൾ തന്നെ ആ എററിനെ ഹാൻഡിൽ ചെയ്ത് കറക്റ്റായിട്ട് അതിന് എന്ത് ഔട്ട്പുട്ടൊക്കെ കൊടുക്കേണ്ടതെന്ന് നമ്മൾ തന്നെ ചെയ്തു വയ്ക്കണം, പ്രോഗ്രാമർ തന്നെ ചെയ്തു വയ്ക്കണം. അപ്പോൾ ഈ 0 ഡിവിഷൻ വരുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് നമ്മളൊന്ന് ജസ്റ്റ് ആ ഒരു എററിന് നമുക്കൊന്ന് ഹാൻഡിൽ ചെയ്യാം.
അതായത് നമ്മുടെ പ്രോഗ്രാമിൽ തന്നെ നമുക്ക് തന്നെ ചെയ്യാം, സിസ്റ്റത്തിനെ കൊണ്ട് ഔട്ട്പുട്ടായിട്ട് കാണിക്കാതെ. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ചെറിയൊരു അഡീഷൻ ഇതിനകത്ത് വരുത്താം, ഒരു പുതിയൊരു കാര്യം ആഡ് ചെയ്യാം. നമ്മൾ ഡിവിഷൻ എന്ന് പറയുന്നത് 4th ആണല്ലേ. ഇതിൽ ഡിവിഷൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്ന സമയത്ത്, അതായത് 4th ആണ് ഡിവിഷനാണ് ചെയ്യേണ്ടതെന്ന് സെലക്ട് ചെയ്ത് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കിടന്നു കഴിഞ്ഞാൽ, എലിഫിൻ്റെ ഉള്ളിലേക്ക് കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ചെക്കും കൂടെ നടത്താൻ പോവാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ടാമത്തെ നമ്പർ യൂസർ എൻ്റർ ചെയ്ത് ഇഫ് num2 എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഇത് നമ്മളൊരു എക്സ്ട്രാ ചെക്ക് നടത്തുന്നതാണ്, അതായത് നമ്മുടെ രണ്ടാമത്തെ നമ്പർ 0 അല്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല. ഇഫ് num2 എന്ന് പറയുന്നത് രണ്ടാമത്തെ നമ്പർ ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പറയുന്നു പ്രിൻറ്റ് ചെയ്ത് കാണിക്കാൻ പോവാണ്, യൂസറിനെ പ്രിൻറ്റ് ചെയ്ത് കാണിക്കുന്നു. ഡിവിഷൻ ബൈ 0 ഈസ് നോട്ട് പോസിബിൾ എന്ന് പ്രിൻറ്റ് ചെയ്ത് കാണിക്കാം അല്ലേ. ഡിവിഷൻ ബൈ 0 ഈസ് നോട്ട് പോസിബിൾ എന്ന് പ്രിൻറ്റ് ചെയ്ത് കാണിക്കുന്നു. ഓക്കെ, ഡിവിഷൻ ബൈ 0 ഈസ് നോട്ട് പോസിബിൾ എന്ന് കാണിക്കുന്നു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇഫിൻ്റെ ഉള്ളിൽ അത് ചെയ്യുന്നു, അത് കഴിഞ്ഞ് എൽസ്. ഇനി 0 അല്ലെങ്കിൽ മാത്രം എന്ത് ചെയ്യണം, 0 അല്ലെങ്കിൽ മാത്രം നമ്മുടെ ഡിവിഷൻ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ കാര്യങ്ങൾ നമ്മുടെ എൽസിൻ്റെ ഉള്ളിലേക്ക് എടുത്തിടാം. അതായത് ആ കാൽക്കുലേറ്റർ ഡിവിഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിവിഷൻ പ്രോഗ്രാമിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെക്ക് ചെയ്യുന്നു, രണ്ടാമത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത് 0 ആണെന്ന് നോക്കുന്നു. ഇനി അതല്ലെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, നമ്മൾ പറയുന്നു ആ റിസൾട്ട് ഈസ് ഈക്വൽ ടു num1/2, അതായത് ആ ഡിവിഷൻ ചെയ്താൽ മതി എന്ന് പറയുന്നു. അതാണ് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഇത്ര നേരം പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതൊന്ന് ഓർത്ത് നോക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ആ എലിഫിൻ്റെ ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മാറ്റി അതിന് പകരം ഇത്രയും കോഡ് നമ്മൾ റീപ്ലേസ് ചെയ്തു. ഇത് 0 വരുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ളതുകൊണ്ട് കൂടി നമ്മൾ എക്സ്ട്രാ പറഞ്ഞതാണ്. ഇത്രയും നേരം പറഞ്ഞ എല്ലാ കാര്യങ്ങളും, അതായത് ഇത്രയും നേരം പഠിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അതുകൊണ്ട് കൂടുതൽ ഇതിന് ഞാൻ പറഞ്ഞ് സമയം കളയുന്നില്ല, നിങ്ങൾ തന്നെ അത് മനസ്സിലാക്കുക. ഞാനിത് സേവ് ചെയ്യുന്നു. നമുക്കിനി ഒന്ന് ഡിവിഷൻ ബൈ 0 വരുന്നൊരു ഔട്ട്പുട്ട് നോക്കാം അല്ലേ, അതായത് 0 കൂടി ഡിവൈഡ് ചെയ്യുന്നൊരു ഔട്ട്പുട്ട് നോക്കാം. ഒന്നും കൂടി റൺ ചെയ്യാൻ പോവാണ്. റൺ ചെയ്യുന്നു. ഫസ്റ്റ് നമ്പർ ഞാൻ 1 ആയിട്ട് കൊടുക്കുന്നു, സെക്കൻഡ് നമ്പർ 0 ആയിട്ട് കൊടുക്കുന്നു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഡിവിഷൻ ആണെന്ന് ഞാൻ പറയുന്നു. ഡിവിഷൻ സെലക്ട് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, ഡിവിഷൻ ബൈ 0 ഈസ് നോട്ട് പോസിബിൾ എന്ന് തോന്നുന്നല്ലേ. മറ്റേ എററിലേക്കൊന്നും പോയില്ല, ആ ഡിവിഷൻ ബൈ 0 വരുന്ന ഭാഗം എക്സിക്യൂട്ട് ആയില്ല. ആ ഇഫ് എൽസിൻ്റെ ഉള്ളിൽ കൊടുത്തതുകൊണ്ട്, ഈ ഇഫ് എൽസിൻ്റെ ഉള്ളിൽ വന്നതുകൊണ്ട് എൽസിൽ വന്ന കാര്യങ്ങൾ എക്സിക്യൂട്ട് ആയില്ല 0 ആയതുകൊണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ഒരു കാൽക്കുലേറ്ററിൻ്റെ പ്രോഗ്രാം നമ്മളിപ്പോൾ റൺ ചെയ്തല്ലേ, ഒരു കാൽക്കുലേറ്റർ ഉണ്ടാക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തടുത്ത പ്രോഗ്രാമിലേക്ക് നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ പോവാം. ഇത്രയും പഠിച്ച കാര്യങ്ങൾ മൊത്തം ഒന്നും കൂടെ കണ്ടു നോക്കുക, അല്ലെങ്കിൽ അതൊന്ന് ഓർത്ത് നോക്കുക. അത് വെച്ച് വേറെ പ്രോഗ്രാംസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, അത് നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾ സ്വന്തമായിട്ട് പ്രോഗ്രാംസ് കണ്ടുപിടിച്ചൊന്ന് ചെയ്യുക. ട്രയൽ ആൻഡ് എറർ എപ്പോഴും ചെയ്യുക. എന്നിട്ട് അതിൽ എറേഴ്സ് വരുന്ന സമയത്ത് അത് ക്ലിയർ ചെയ്ത് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, താങ്ക് യു.